ഹായ് എവരിവൺ, നിങ്ങളെല്ലാവരും ഹാപ്പിയാണെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബ്രെഡ് ഓംലേറ്റുമായിട്ടാണ്. അയ്യേ, ബ്രെഡ് ഓംലേറ്റോ അങ്ങനെ നിങ്ങൾ പറയണ്ട, കാരണം ഇതൊരു സ്പെഷ്യൽ ബ്രെഡ് ഓംലേറ്റ് ആണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മിസ്സാകാതെ തന്നെ കിട്ടും. അപ്പം നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഞാൻ ഇതിനായിട്ട് 3 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ചെറുതായിട്ട് നമ്മൾ മുറിച്ചെടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്, പിന്നെ നമുക്കൊരു വലിയ തക്കാളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്, പിന്നെ ഒരു വലിയ സവോള നന്നായിട്ട് ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞരിഞ്ഞ് മാറ്റി വെക്കണം. എന്നിട്ട് ഇനി നമുക്ക് മൊത്തം 4 മുട്ടയാണ് വേണ്ടത്. അതിൽ 2 മുട്ട നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല രീതിയിൽ പതപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇല്ലെങ്കിൽ ഫോർക്കോ എന്ത് വേണേലും യൂസ് ചെയ്യാം. ഇനി ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ നന്നായിട്ട് ഇതുപോലെ പതഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ക്യാപ്സിക്കം, തക്കാളി ഇതിൻ്റെ എല്ലാം കൂടെ ഹാഫായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഓവറായിട്ടായി മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്നെല്ലാം ഒന്ന് മിക്സായിട്ട് വരണം, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കി 2 മുട്ട എടുക്കാം. അതിലേക്ക് ബാക്കിയുള്ള ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതുപോലെ നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടാമത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സറില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഇതിലേക്ക് ചേർത്ത് ഒന്നെല്ലാം നന്നായിട്ടൊന്ന് സ്പ്രെഡായിട്ട് വരണം. പാൻ നന്നായിട്ട് ചൂടായിട്ടിരിക്കുമ്പോഴേ ഇതിനകത്തോട്ട് ഒഴിക്കാവുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം നന്നായിട്ടൊന്ന് സ്പ്രെഡായിട്ട് ഏകദേശം ആ പുറമൊക്കെ ഒന്ന് സെറ്റായിട്ട് വരണം. അപ്പോൾ നമ്മളിതെല്ലാം നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരിടത്ത് എല്ലാം കൂടെ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇരിക്കരുത്. ഇനി ഇന്ന് ഏകദേശം ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ബ്രെഡ് ചെറിയ പീസസ് ആക്കി വെച്ചേക്കുന്നത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബ്രെഡെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിടണം. ഇപ്പോൾ ഞാനൊരു പാത്രത്തിലേക്കാണ് മാറ്റുന്നത്. എന്നിട്ട് നമുക്കിത് വീണ്ടും പാനിനകത്തിട്ട് ആ ബ്രെഡെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. എന്നിട്ട് ഇത് വീണ്ടും നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി നമ്മുടെ ബാക്കിയുള്ള മുട്ടയുടെ മിക്സ്ചർ ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് വീണ്ടും ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുട്ടയുടെ മിക്സർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചീസ് ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചീസ് ഇട്ട് കൊടുത്ത ശേഷം നമ്മളുടെ സെറ്റാക്കി വെച്ചേക്കുന്ന ഓംലെറ്റ് ഇല്ലേ, അത് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു സൈഡ് നന്നായിട്ട് സെറ്റായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തെടുക്കാം, ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിടുമ്പോൾ ശ്രദ്ധിച്ച് തിരിച്ചിടണം. ഇപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ചീസ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചീസെല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ആ ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അതുവരെ അടച്ചു വെച്ചാൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ബ്രെഡ് ഓംലെറ്റിൻ്റെ അകം ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. മാത്രമല്ല അതിൽ ചീസും കൂടെ ഒക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് അവർക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ കുഞ്ഞു കുട്ടികളുള്ളവരൊക്കെ ഇതെന്തായാലും ഒന്ന് അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു നോക്കണം. പിന്നെ നമ്മളായാലും ഇതിൻ്റെ ഒരു പീസും ഒരു ചായനെ കുടിച്ചാൽ നമ്മുടെ വയറ് ഫുൾ ലോഡാകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ.